വി ഡി സതീശനാണെങ്കിൽ ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ. ഇതിപ്പോൾ ജയിക്കുമോ, ജയിച്ചില്ലെങ്കിൽ എൻ്റെ പണി പോകും. പ്രതിപക്ഷ നേതാവ് കസേരയിൽ ചെന്നിത്തല കയറിയിരിക്കും. ചെന്നിത്തല ഇങ്ങനെ വാചാടോപം എന്ന് പറയുമല്ലോ, അവിടെ ചെന്നിട്ട് പറയുന്നു അവിടെ നിലമ്പൂർ ജയിക്കും, ഞാൻ കുറേ ദിവസം അവിടെ തങ്ങി പ്രവർത്തിച്ചു, അവിടെ ജയിക്കും, ഇവിടെ ജയിക്കും എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കുന്നുണ്ടെങ്കിലും ചെന്നിത്തലയുടെ മനസ്സിലും വി ഡി സതീശൻ്റെ ഈ ഒരു കള്ള പരിപാടികൾ, കുതന്ത്രങ്ങളൊക്കെ അമ്പയെ തകരണമെങ്കിൽ നിലമ്പൂരിൽ ജയിക്കരുത് എന്നാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ചെന്നിത്തലയും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിലമ്പൂരിലെ കണക്കുകൂട്ടലുകൾ യു ഡി എഫിനെ പിഴയ്ക്കുന്നതായിട്ടാണ് ഈ കണക്കുകൂട്ടലുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അവരുടെ ക്യാമ്പുകളിൽ നിന്ന് അവർ വ്യക്തമായി പറയുന്നുണ്ട്, മേൽക്കൈ ഞങ്ങൾക്കുണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ അൻവർ ഒരു പടി മുന്നേ ഓടി. അൻവറിനെ ഞങ്ങളുടെ കൂടെ നിർത്തണമായിരുന്നു, അത് വലിയ വീഴ്ചയായിപ്പോയി. വി ഡി സതീശന് പറ്റിയ വലിയ വീഴ്ചയായിപ്പോയി. അൻവർ സ്വതന്ത്രനായി മത്സരിച്ചത് ഞങ്ങൾക്ക് വലിയ അടിയായിപ്പോയി, ആ വോട്ടുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് യു ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് ഒരു കരിമ്പടം പുറച്ച് ഇരിക്കുകയാണ് യു ഡി എഫ് ക്യാമ്പ്. ഷൗക്കത്തിനും വലിയ സങ്കടമാണ്.